വീട് വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യവും സാമ്പത്തിക പ്രശ്നങ്ങളും അതോടൊപ്പം ഏകാന്തതയും ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടാകും. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് വിശ്വാസം വരില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉള്ളതാണോ? എന്നാൽ ഇതൊക്കെ ഉള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് സ്വർഗം പോലെ മനോഹരമാവും. വീട് തുടക്കാൻ വേണ്ടി ആളുകൾ പല രീതിയിലുള്ള മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യലുണ്ട്. അതിൽ ഈ തുണിത്തരങ്ങൾ കൊണ്ട് വീട് തുടക്കുന്ന ആളുകളുണ്ട്. പഴകിയ തുണിത്തരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കീറിയ തുണിത്തരങ്ങൾ കൊണ്ട്. ഇങ്ങനെ പഴകിയ തുണിത്തരങ്ങളോ അല്ലെങ്കിൽ കീറിയ തുണിത്തരങ്ങളോ ആണ് നിങ്ങൾ വീട് തുടക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയ നെഗറ്റീവ് എനർജിയാണ്. അതായത് പലപ്പോഴും ആളുകൾ ചെയ്യുക, വീടിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ മഫ് ഉപയോഗിച്ച് തുടക്കും. എന്നാൽ അടുക്കള ഭാഗത്ത്, ബാത്റൂമിൻ്റെ ഭാഗത്ത് എപ്പോഴൊക്കെയോ ചില സ്ത്രീകൾ ചെയ്യുന്നൊരു ശീലമാണ് ഉപേക്ഷിക്കപ്പെട്ട ബനിയൻ അല്ലെങ്കിൽ ടീഷർട്ട്, അത് ഏതെങ്കിലും ഒരു പഴയ തുണിത്തരങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അടുക്കള ഭാഗത്തോ വീടോ തുടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് സാമ്പത്തിക പ്രയാസമാണ്. നമ്മൾ ആ ഗൃഹനാഥൻ എത്ര അധ്വാനിച്ച് എത്ര കാശ് കയ്യിൽ കിട്ടിയാലും ആ കാശ് എവിടെ പോകുന്നു എന്നുള്ളതിന് ഒരു തെളിവും ഉണ്ടാവില്ല. എത്ര അധ്വാനിച്ചാലും അത് ഫലപ്രാപ്തിയിലെത്തില്ല. രണ്ടാമത് കിട്ടാൻ പോകുന്നൊരു കാര്യം, നമുക്കൊരു നെഗറ്റീവ് എനർജി. ഈ കീറിയ തുണിത്തരങ്ങളും പഴകിയ തുണിത്തരങ്ങളും നമുക്ക് നൽകുന്നതൊരു നെഗറ്റീവ് എനർജിയാണ്. നമ്മുടെ വീട് എന്നുള്ളത് നമ്മൾ താമസിക്കുന്നൊരു സ്വർഗമാണ്. ഏറ്റവും പരിപാവനമായ ഒന്നാണ് വീട്. അപ്പോൾ അവിടെ ഒരിക്കൽ പോലും നമ്മൾ കീറിയ തുണിത്തരങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, തുടക്കാൻ പാടില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, മഫ് വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കീറിയ തുണി പിന്നെ എന്താ ചെയ്യുക? കീറിയ തുണികൾ, പൊട്ടിയ പാത്രങ്ങൾ അടുക്കളയിൽ വെക്കാൻ പാടില്ല. അടുക്കളയിൽ ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത പല വസ്തുക്കൾ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങൾ വെക്കരുത്, കണ്ണാടി അടുക്കളയിൽ വെക്കരുത്, ചൂലിങ്ങനെ ഉയർത്തിയിട്ട് അടുക്കളയിൽ വെക്കരുത്. കാരണം ഇതൊക്കെ ചൂല് വെച്ചാൽ നമ്മൾ അടിച്ചോരിയ ഭാഗങ്ങളൊക്കെ ഒരു പക്ഷേ എങ്ങനെയെങ്കിലും ഭക്ഷണത്തിലേക്ക് വീഴാം. കണ്ണാടി വെക്കരുത് എന്ന് പറയാൻ കാരണം, കണ്ണാടി നമ്മളവിടെ മുടി ചീകാൻ ഉപയോഗിച്ചിട്ടെങ്ങാനും ഒരു മുടിയെങ്കിലും ഫുഡിലേക്കായാലോ, അല്ലെങ്കിൽ കണ്ണാടിയിൽ മുടി ചീകേണ്ടുന്നൊരു സ്ഥലമല്ല അടുക്കള. പൊട്ടിയ പാത്രങ്ങൾ ഒരിക്കലും അത് നമ്മൾ കളയണം. കീറിയ വസ്ത്രങ്ങളും പഴകിയ വസ്ത്രങ്ങളും ഒരു കാരണവശാലും വീട് തുടക്കാൻ നമ്മൾ ഉപയോഗിക്കരുത്. കീറിയ വസ്ത്രങ്ങൾ വീട് തുടക്കാൻ ഉപയോഗിച്ചാൽ അസുഖങ്ങൾ പോലും വരുമെന്നാണ് പറയുന്നത്. ചില അസുഖങ്ങൾ എന്താ വെച്ചാൽ ഒരു സ്ട്രെസ് എപ്പോഴും ഉണ്ടാവും. എപ്പോഴും നമ്മൾ വളരെ ഫ്രഷ്നെസ് ആയിരിക്കണം. അടുക്കള ഭാഗത്തൊക്കെ ഈ നമ്മുടെ സ്ലാബൊക്കെ തുടക്കാൻ വേണ്ടി തന്നെ പല സാധനങ്ങളും കടയിൽ നിന്ന് കിട്ടും. അങ്ങനെ തുടക്കുന്ന സാധനങ്ങൾ കടയിൽ കിട്ടും. പരമാവധി അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും വീട്ടിൽ പഴകിയ തുണിത്തരങ്ങളോ പഴയ ടീഷർട്ടുകൾ അല്ലെങ്കിൽ ബനിയൻ അതൊക്കെ ഉപയോഗിച്ചാൽ എവിടെയെങ്കിലും തുടക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ശീലമുള്ള ആളുകളൊന്നും താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ.